ഇടുക്കി മൂന്നാറിൽ ശക്തമായ മഴയെ തുടർന്ന് നിർമ്മാണത്തിലിരുന്ന കെട്ടിടം ഇടിഞ്ഞു താണു. ചിന്നക്കനാൽ പവർ ഹൗസ് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി നിർമ്മാണത്തിലിരുന്ന കെട്ടിടമാണ് ഇടിഞ്ഞു താണത്. റെഡ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശത്തായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. സിബി ചേരുകയാണ്. സിബി, വിശദാംശങ്ങൾ. ഇടുക്കി മൂന്നാറിൽ ശക്തമായ മഴയെ തുടർന്നാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരുന്ന ഒരു കെട്ടിടം ഷമി, ഇടുക്കി മൂന്നാറിൽ ശക്തമായ മഴയെ തുടർന്നാണ് നിർമ്മാണത്തിൽ നിന്ന ഒരു കെട്ടിടം ഇപ്പോൾ ഇടിഞ്ഞ് താണ്ട്. ചിന്നക്കനാൽ പവർ ഹൗസ് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി നിർമ്മാണത്തിലിരുന്ന കെട്ടിടമാണ് ഇത്തരത്തിൽ ഈ അപകടാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. മണ്ണ് ഇടിഞ്ഞ് വീണ് കെട്ടിടം അപകടാവസ്ഥയിലാവുകയും ഈ താഴെയുള്ള 15ഓളം കുടുംബങ്ങൾക്ക് ഇത് ഒരു ഭീഷണിയായി നിൽക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് റെഡ് സോൺ മേഖലയാണ്. ഈ ഇടുക്കിയിൽ ഇത്തരത്തിൽ ഭൂപ്രകൃതി അനുസരിച്ച് പല സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഈ റെഡ് സോൺ മേഖലയിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ റെഡ് സോൺ മേഖലയിൽ വീടുകൾ നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ അനുമതി നൽകാറുള്ളൂ. 1500 സ്ക്വയർ ഫീറ്റർ ഒരു നില കെട്ടിടം മാത്രമേ 1500 സ്ക്വയർ ഫീറ്റ് താഴെ ഒരു നില കെട്ടിടം മാത്രമേ ഈ റെഡ് സോൺ മേഖലയിൽ നിർമ്മിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ ഇത് ഇരുനില കെട്ടിടമാണ്. മാത്രമല്ല ഇത് ഒരു വീടിന് വേണ്ടിയുള്ള പെർമിറ്റ് വാങ്ങിക്കുകയും അതിനപ്പുറമായി അതിൽ കൂടുതലായി 2 നില കെട്ടിടമായി പണിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു അപകടത്തിന് കാരണവും. എന്തായാലും ഇത്തരത്തിൽ വീടുകൾക്ക് വേണ്ടി പെർമിറ്റ് വാങ്ങിച്ച് അതിനുശേഷം പിന്നീട് അതിൽ കൂടുതലായി കെട്ടിടങ്ങൾ പണിയുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിയമലംഘനം കൂടിയാണ്. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതിന് മുകളിലൊക്കെ ആളുകൾ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നു. എന്തായാലും ഇതിന് താഴെ 15ലധികം കുടുംബങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുമുണ്ട്. എന്തായാലും ഇവിടെ ഈ കുന്ന് ഇടിച്ചു നിർത്തിയും മണ്ണ് നീക്കം ചെയ്തും ഒക്കെയാണ് ഇവിടെ ഈ ഒരു കെട്ടിടം നിർമ്മിച്ചത്. അതുതന്നെയാണ് ഈ ഒരു അപകട കാരണം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ റെഡ് സോൺ റെഡ് സോൺ മേഖലയിലുള്ള നിർമ്മാണത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും ചില പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും തലനാരിഴയ്ക്ക് വലിയ അപകടം ഒഴിവായി. അവിടെ മറ്റാളുകൾ തന്നെ ഒന്നിനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും തൊട്ട് താഴെയുള്ള 15ലധികം കുടുംബങ്ങളെ അത് സാരമായി അവർക്ക് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. എന്തായാലും നിയമലംഘനം വഴി നിർമ്മിച്ച ഒരു വീടാണ് ഇത്തരത്തിൽ ഈ ഇടിഞ്ഞു താണിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഷമ്മി.